പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തെപ്പറ്റി പല മാതാപിതാക്കളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തെപ്പറ്റി അവർക്ക് ആകുലതയും വിഷമങ്ങളും ഉണ്ട്. അവർ മറ്റുള്ളവരോട് പെരുമാറുന്നത്, അവർ സംസാരിക്കുന്നത്, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ വീട്ടിലുള്ള അവരുടെ ചുറ്റുപാടുകളെ അവർ ക്രമീകരിക്കുന്ന രീതികൾ, അവരുടെ അലസതകൾ, മടി, ഇതിലെല്ലാം പേരൻസിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസമുണ്ട്. ഇത് കുറേ കണ്ടു കഴിയുമ്പോൾ പേരൻസ് കുട്ടികളോട് ദേഷ്യപ്പെടുകയും ശകാരിക്കുകയും അവരെ വല്ലാതെ ഹരാസ് ചെയ്യുകയും ഇങ്ങനെയുള്ള പല നടപടികളാണ് മാതാപിതാക്കൾ ഇവരുടെ സ്വഭാവം നേരെയാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം. കുട്ടികളുടെ സ്വഭാവത്തെപ്പറ്റി അറിയുന്നതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവർക്ക് ആ സ്വഭാവം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അവരങ്ങനെ മുതിർന്നവരോട് ചിലപ്പോൾ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ വീട്ടിൽ അടുക്കും ചിട്ടയും ഇല്ലാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ പരിസരം ചുറ്റുപാടുകൾ വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്നത്? എങ്ങനെയാണ് ഈ സ്വഭാവങ്ങളിൽ അവർ രൂപപ്പെടുന്നത്? എങ്ങനെയാണ് അവർക്ക് ഈ സ്വഭാവം ഉണ്ടായിരിക്കുന്നത്? ഇതിൻ്റെ മൂലകാരണങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ നിരവധി കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇത് അറിയുന്നത് വഴി മാത്രമേ കുട്ടികളെ നമുക്ക് സഹായിക്കാനായി സാധിക്കുകയുള്ളൂ. അല്ലാതെ അവരെ ശകാരിക്കുന്നതുകൊണ്ടോ അവരെ വഴക്ക് പറയുന്നത് കൊണ്ടോ അവരെ പരിഹസിക്കുന്നതുകൊണ്ടോ അവരെ കൊച്ചാക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ശപിക്കുന്നതുകൊണ്ടോ ഒന്നും അവരുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുകയോ നന്നാകുകയോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും 9 മണി മുതലുള്ള ഈ സെക്ഷനിൽ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള ഏത് പ്രശ്നങ്ങളും ഇവിടെ ചർച്ച ചെയ്യുവാനുള്ള വിദഗ്ധ ടീമാണ് ഈ പ്രോഗ്രാമിലുള്ളത്. അതിന് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, ഡോക്ടേഴ്സുണ്ട്. അങ്ങനെ നിരവധി പ്രവർത്തകർ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കിങ്ങനെ വിലയേറിയ കാര്യങ്ങൾ അറിയുവാനും നിങ്ങളുടെ കുട്ടികളെ മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠവും ഭദ്രവുമായിരിക്കുന്നൊരു ഭാവി രൂപപ്പെടുത്തിയെടുക്കുവാൻ മാതാപിതാക്കളാൽ നമുക്ക് കഴിയും. അതുകൊണ്ട് മനസ്സിലാക്കുക, കുട്ടികളുടെ സ്വഭാവത്തെ അറിയുമ്പോൾ അത് എവിടുന്ന് വന്നു, അതെങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാൻ ഓരോ മാതാപിതാക്കളും ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SPSK എഡ്യൂടെക്കുമായിട്ടോ ലവ് യു ചിൽഡ്രൻ മിഷനുമായിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.